ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഒരു കലയാണ്. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വേറൊരു എന്താ പറയുക ഒരു ആർട്ടാണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറോട് പറഞ്ഞ പോലെ ഇതൊരു കലയാണ്. അപ്പോൾ ഇതൊരു മത്സരമായിട്ട് അല്ലാത്തതുകൊണ്ട് പല ആളുകൾക്കും കപ്പ് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ കാറ്റഗറി പേജ് എന്ന് പറയുന്നത് ശരിക്കും അത് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ബുദ്ധിമുട്ടുമാണ്. എൻജോയ് ഇത് ചെയ്യാനും പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷൂസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും, പിന്നെ റണ്ണിങ് ഷൂസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കും. പക്ഷെ കാറ്റഗറി ഇങ്ങനെയൊന്നും അല്ല വർക്കൗട്ട് ആവുന്നത് പലപ്പോഴും. കാരണം ആളുകൾ സെർച്ച് ചെയ്യുന്നത് അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ബേബി ഗിഫ്റ്റ് ഫോർ ക്രിസ്മസ് അങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിലൊരു കാറ്റഗറി പേജ് വേണം. അവിടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് മാത്രം പോരാ, അല്ലെങ്കിൽ ബേബി ഗിഫ്റ്റ് എന്ന് മാത്രം പോരാ. ഒരു പ്രത്യേക ഒക്കേഷൻ വരുമ്പോൾ, ഇപ്പോൾ വാലന്റൈൻസ് ഡേ വരുമ്പോൾ, അപ്പോൾ അതിനകത്ത് തന്നെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഫോർ ഗേൾസ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ജനറിക് ആയിട്ട് ഉണ്ടാക്കിയാൽ പോരാ. അപ്പോൾ കാറ്റഗറി പേജ് വളരെ സ്പെസിഫിക് ആയിട്ട് ഓഡിയൻസ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ഒരു സൈക്കോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതൊരു ആർട്ടാണ് യഥാർത്ഥത്തിൽ.